ശബരിമല യുവതീ പ്രവേശന വിലക്ക് ആചാരത്തിന്റെ ഭാഗമായി കാണണമെന്ന് കേന്ദ്ര സർക്കാർ. കോടതിയുടേത് തെറ്റായ വിധിയെന്നും ഇത് തിരുത്തണമെന്നും കേന്ദ്രത്തിനു വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഇപ്പോഴും തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നുവെന്ന് ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിച്ചു. സുപ്രീം കോടതിയുടെ വിശാല ഭരണഘടനാ ബെഞ്ചിൽ ഇന്നത്തേക്ക് വാദം പൂർത്തിയായി. നാളെ വീണ്ടും കേന്ദ്രത്തിന്റെ വാദം തുടരും. മതപരമായ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ ഇന്ത്യയിലെ മതങ്ങളുടെ ആന്തരികമായ ബഹുസ്വരതയും വൈവിധ്യവും കോടതി കണക്കിലെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രം വാദം ആരംഭിച്ചത്. മതങ്ങൾ തമ്മിലുള്ള തുല്യത ഉറപ്പാക്കാനാണ് 25ാം അനുച്ഛേദം ശ്രമിക്കുന്നത്. ശബരിമലയിലെ ആചാരങ്ങളെ ലിംഗവിവേചനമായി കാണരുത്, മതപരമായ വൈവിധ്യങ്ങളുടെയും ആചാരങ്ങളുടെയും ഭാഗമായി കാണണമെന്നും കേന്ദ്ര സർക്കാരിനു വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. സാമൂഹിക തിന്മ മതാചാരമായി മുദ്രകുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിന്മയാണോ അതോ അനിവാര്യമായ മതാചാരമാണോ എന്ന് കോടതിക്ക് തിരിച്ചറിയാനാകുമെന്ന് ജസ്റ്റിസ് നാഗരത്ന വാക്കാൽ പരാമർശിച്ചു. സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഇപ്പോഴും തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നു. ഇതൊരു കടുപ്പമേറിയ സത്യമാണെന്നും ജസ്റ്റിസ് നാഗരത്ന സുപ്രധാന നിരീക്ഷണം നടത്തി. പ്രതിഷ്ഠയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ ആചാരം ഒരു നിശ്ചിത പ്രായത്തിലുള്ള സ്ത്രീകളെ മാത്രം ബാധിക്കുന്നതെന്നായിരുന്നു കേന്ദ്രത്തിന്റെ വാദം. സാമൂഹ്യ തിന്മയായ അയിത്തമായി ഇതിനെ താരതമ്യം ചെയ്യുന്നത് നീതീകരിക്കാനാവില്ലെന്നും കേന്ദ്രം പറഞ്ഞു. വിശ്വാസകാര്യങ്ങളിൽ കോടതി ഇടപെടലിന് പരിമിതിയുണ്ട്. ശബരിമല യുവതീ പ്രവേശനത്തിൽ കോടതിയുടേത് തെറ്റായ വിധി, ഇത് തിരുത്തണമെന്നും തൽക്കാലം കോടതി ഉന്നയിച്ച ചോദ്യങ്ങളിൽ വാദം ഒതുക്കുകയാണെന്നും കേന്ദ്രം അറിയിച്ചു. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ വാദം നാളെയും തുടരും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.